صلى الإله على ابن عبد الله ذي خلق بنص الله كان عظيما فضلا غليظا لم يكن بل റസൂലുള്ളാഹിന്റെ ഖദഹ കുന്തെടുത്തിട്ട് സവാദിനൊന്ന് കുത്തി. അപ്പൊ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നബിയെ അങ്ങനെ വേദനിപ്പിച്ചല്ലോ നബിയെ, അല്ലേ? ഫകശഫ അൻ ബത്നിഹി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഖമീസ് ഊരി മാറ്റിയിട്ട് എൻ്റെ നഗ്നമായ മേനിയിൽ കുത്തു സവാദേ എന്ന് പറയാൻ. അത് പിന്നെ മലയാള ഭാഷയിലേക്ക് തമിഴ് കലർത്തി, അതുപോലെ തന്നെ തുളു കലർത്തി, തെലുങ്ക് കലർത്തി, ഉറുദു കലർത്തി, സംസ്കൃതം കലർത്തി, ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ പഴയ പ്രാചീന മലയാള ഭാഷയെ കലർത്തിയിട്ട് മോയിൻകുട്ടി വൈദ്യർ മലയാളിക്ക് കവിത പാടി തന്നു, അല്ലേ? ഉദിമങ്കും താപ താപ യാ റസൂലല്ലാഹ് പെരിയോനുമൈറകൈ പേശും ജിന്നിം സിടകൈ പിരിശം റസൂലദകൈ യാ നജിയല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിലെ സവാദ് റളിയല്ലാഹു അൻഹു സഫിൽ നിന്ന് പിന്തുന്നതും അള്ളാഹിന്റെ റസൂല് കുത്തുന്നതും സിരിച്ച് സവാദിന് കുത്താൻ അവസരം കൊടുക്കുന്നതും അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ നാറ്റുന്നതും മുത്തുന്നതും അവർ രണ്ടുപേരും ആശ്ലേഷത്തിൽ ഏർപ്പെടുന്നതും അത് വല്ലാത്തൊരു വൈകാരിക നിമിഷമാണ്. പിന്നെ മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ രചനകൾ, ഭാഷാ വൈഭവങ്ങളൊക്കെ തന്നെ മലയാളിയുടെ മുമ്പിലേക്ക് കിസ്സ പറഞ്ഞു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തി. ഈ ഒരു ശൈലി മർഗാതീതങ്ങൾ എങ്ങനെ മലയാളിക്ക് പറഞ്ഞു തരാൻ, അല്ലേ? برا رؤوفا بالمؤمنين رحيما عند اتفاق نبينا بالأنبياء وكرام رسل الله لما أسريا. ഇന്ന് മലയാളികൾക്കിടയിലെ ആകാശ ആരോഹണം കയറ്റമാണ്, അവരോഹണം ഇറക്കമാണ്. ആ ആരോഹണത്തിൻ്റെയും അവരോഹണത്തിൻ്റെയും ആശ്ചര്യജനകമായ ഒരു കഥയുടെ ഭംഗി, അതിൻ്റെ സാരം മലയാളിയുടെ മനസ്സുകളിൽ ഇന്നും ത്രസിക്കാൻ കാരണം ഉമറുൽ ഖാദി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി ആ ബൈത്താണ്, ഒരു സംശയമില്ല. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇനി അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകാനുള്ള പാസില്ല, അള്ളാഹിന്റെ റസൂലിന് മാത്രം ഉള്ളത്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പുണ്യ നബിയെ പറഞ്ഞേക്കൾ, അങ്ങ് പൊക്കോളൂ നബിയെ. പോവുക നബിയോരേ തങ്ങൾ പോകാൻ മടിക്കരുതേ, കേറുക നബിയോരേ അങ്ങേ കേറാൻ മറക്കരുതേ. ജിബ്രീലെ ഞാനിനി എന്ത് ചെയ്യും? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഇനി അങ്ങോട്ട് ജിബ്രീലിന് താഊസുൽ അംലാഖ് മുഖറബുൽ അംലാഖ് ആകുന്ന മലക്കുകളുടെ നേതാവാകുന്ന അങ്ങയുടെ സ്നേഹിതനാകുന്ന ജിബ്രീലിന് പ്രവേശനമില്ല നബിയേ. അതുകൊണ്ട് ദനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നോക്കൂ നിങ്ങൾ, ആ രണ്ട് വരി മതി ഉമർ ഖാദി ആരാണ് എന്ന് മലയാളിക്ക് ബോധ്യപ്പെടാൻ, അറബിക്ക് ബോധ്യപ്പെടാൻ, അനറബിക്ക് ബോധ്യപ്പെടാൻ, ആംഗലേയന് ബോധ്യപ്പെടാൻ, ലോക ജനതക്ക് ബോധ്യപ്പെടാൻ. അതുകൊണ്ട് ഈ പരിപാടിക്ക് മൊഞ്ചുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ സല്ലല്ലാഹുവിനെ പുനരാവിഷ്കരിക്കാൻ, ഇതൊരു പുനരാവിഷ്കരണമാണ്, അതിനെ റീകോൾ ചെയ്യാൻ. ഇനി തലച്ചോറിലേക്ക് പ്രതിഭ കയറാത്ത ഒരു നവതലമുറയുടെ ശൂന്യമായ മസ്തിഷ്കങ്ങളിലേക്ക് സല്ലല്ലാഹുവിൻ്റെ അരുണ കിരണങ്ങൾ പ്രഭ പരത്തട്ടെ. അതവിടെ പോയിട്ട് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, എന്തൊക്കെയോ ഒരു ചാഞ്ചല്യങ്ങൾ, അല്ലെങ്കിൽ അവരിൽ ഒരു മനോഹരമായിരിക്കുന്ന വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കട്ടെ. അതൊരു വിപ്ലവമായി തീരട്ടെ. അതിന് ബീജാവാപ്പം നൽകിയ ഒരു മണ്ണിൻ്റെ ആചാര്യൻ്റെ നിലപാട് തറയുടെ മുറ്റത്തു നിന്നു തന്നെയാകണം ഈ ചൈത്രയാത്രയുടെ സമാരംഭം. അതുകൊണ്ട് നമ്മൾ ഈ കേരളക്കരയോട് മുഴുവനാണ് സംവദിക്കുന്നത്. ഈ വേദിയിലുള്ള ഒരു മനസ്സുകളോട് മാത്രമല്ല സല്ലല്ലാഹുവിനെ സംവദിക്കാനും അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ളത്. അതുകൊണ്ട് സല്ലല്ലാഹുവിൻ്റെ പകിട്ട് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ് ഇന്ന്
മലയാളക്കരയുടെ സാംസ്കാരിക വേദിയുടെ ഭാഗമായിട്ട് കേരള സർക്കാരിൻ്റെ ഒരു ശാഖയായിട്ട് നിലകൊള്ളുന്ന ഫോക്ലോർ അക്കാദമിയുമായിട്ട് സഹകരിച്ചിട്ടാണ് മഹല്ല് ജമാഅത്ത് ഈ ഒരു പരിപാടിയെ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ മാറ്റുരച്ച പ്രതിഭകൾക്ക് മാറ്റുരക്കൾ അല്ലേ, ഈ മാറ്റുരക്ക എന്നുള്ളതൊരു തട്ടാൻ്റെ പ്രയോഗമാണ്, സ്വർണ്ണപ്പണിക്കാരൻ്റെ പ്രയോഗമാണ്. കുച്ച് ഖറാബി കോട്ട ഔർ കുച്ച് സോന ബി കോട്ട എന്നൊരു ചൊല്ലുണ്ട് ഉറുദു ഭാഷയിൽ. സോന സ്വർണം, സ്വർണത്തിനെ മാറ്റുരക്കാറുണ്ട്. അതിൻ്റെ മാറ്റ് എങ്ങനെയുണ്ട് എന്ന് വരച്ച് നോക്കുകയാണ്. അവസാനം അത് പിന്നെ മൽപ്പിടുത്തം നടത്തുന്ന മത്സര ഗോതകളിൽ രണ്ട് പ്രതിഭകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തെ പറ്റിയിട്ടുള്ളൊരു ഭാഷാ പ്രയോഗമായി മാറാൻ ഇവിടെ ഇപ്പോൾ പ്രതിഭകൾ മാറ്റുരച്ചു. അപ്പോൾ ഏത് സ്വർണ്ണമാണ് തിളക്കുള്ളത്? എല്ലാം സ്വർണ്ണങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മത്സരാർത്ഥികളിൽ ഒന്നാം ഇതിൻ്റെ ഉള്ളിൽ ഒരു വാക്ക് പ്രയോഗിച്ചിരുന്നു, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ആ രംഗബോധമില്ലാത്ത കോമാളിയുടെ കരാള പിടുത്തങ്ങളിലേക്ക് ആ കഥ എഴുതിയ ആ കഥാകാരനും അലിഞ്ഞു ചേർന്നു എന്നുള്ളത് കാലത്തിൻ്റെ ഒരു മറച്ചു വെക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. അപ്പോൾ MT പറഞ്ഞിട്ടുണ്ട്, മലയാളിയോട് ഞാൻ ആത്മകഥ എഴുതിയിട്ടില്ല. നമ്മളവിടുന്ന് തൊട്ടപ്പുറത്തുള്ള കുറ്റിപ്പുറത്തിൻ്റെ നിളയുടെ ഓരം പറ്റി ഇങ്ങനാണ്ട് നടന്നാൽ കൂടല്ലൂരെത്താം. ആ കൂടല്ലൂരിൻ്റെ ചരിത്രത്തിൻ്റെ മണ്ണിൻ്റെ ഓരോ പുളിനങ്ങളുടെയും വർത്തമാനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ തൂരികക്കാരനാണ് MT വാസുദേവൻ നായർ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ കരീം ഹുദവി വളാഞ്ചേരിയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത PhD എടുത്ത കരീം ഹുദവി കോവിഡ് കാലത്ത് കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറുക. തീവണ്ടി കയറുമ്പോൾ പ്രത്യേകിച്ച് ട്രെയിനിൽ എല്ലാവരും മാസ്ക് ഇട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വിരസമായിട്ട് ഇരിക്കേണ്ടി വരും, കുറച്ച് പുസ്തകങ്ങൾ വാങ്ങുക. അങ്ങനെ കുറ്റിപ്പുറത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയതിൽ പെട്ട ഒരു ബുക്കായിരുന്നു MTയുടെ മഞ്ഞ്. ഒറ്റ ഇരിപ്പിൽ കരീം അത് വായിച്ചു തീർത്തു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, MTയുടെ മഞ്ഞിനെ അറബികൾക്ക് അതിൻ്റെ തനിമ ചോരാതെ ഭാഷാന്തരം ചെയ്തു കൊടുക്കണം. അതെൻ്റെ കർത്തവ്യമാണ്. കാരണം എൻ്റെ കയ്യിൽ പഠിച്ചോനെ അറബി ഭാഷയും മലയാള ഭാഷയൊക്കെ തന്നിട്ടുണ്ടല്ലോ, അതെൻ്റെ ദൗത്യമാണ് എന്ന് തീരുമാനിച്ച് അദ്ദേഹം 6 മാസം കൊണ്ട് അതിൻ്റെ ഭാഷാന്തര കൃതി ഒരു ദ്വിഭാഷിയെ പോലെ അദ്ദേഹം തർജ്ജമ നിർവഹിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഷാർജ ബുക്ക് ഫെയറിൽ അത് പ്രകാശിതമായി, അത് വെളിച്ചം കണ്ടു. അപ്പോൾ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, MT ആ പ്രയോഗിച്ച മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന പ്രയോഗത്തെ എങ്ങനെയാകണം എൻ്റെ സഹൃദയനായ സ്നേഹിതൻ അറബിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ വികാരം ചോർന്നു പോകാതെയാവണമല്ലോ അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിത് പറയാൻ കാരണം, ഉമർ ഖയ്യാമിൻ്റെ റുബായിയാത്തിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനേക്കാൾ ലക്ഷണമൊത്ത രചനാ വൈഭവത്തിലാണ് MP അപ്പൻ മലയാളിക്ക് പരിഭാഷപ്പെടുത്തി തന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പ്രയോഗിച്ച എങ്ങനെയായിരുന്നു? മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നുള്ളതിന് ആ പുസ്തകത്തിന്റെ പേര് അസ്തദീം എന്നാണ്. മഞ്ഞിന് സൽജ്, മഞ്ഞാണ്. സൽജിന് ഒരുപാട് പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. അപ്പൊ ഞാൻ കരീമിനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ സദീം എന്ന് തന്നെ പ്രയോഗിക്കാൻ കാരണം? അപ്പൊ പറഞ്ഞു, MT എഴുതിയ മഞ്ഞ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണോ അത് അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അസ്തദീം എന്നു തന്നെ പുസ്തകത്തിന് പേര് കൊടുക്കണമെന്ന്. അപ്പൊ അതിലൊക്കെ വൈകാരികതയുണ്ട്, ഓരോ മൈന്യൂട്ട് പോയിന്റിലും വികാരങ്ങളുടെ തീക്ഷ്ണതയുണ്ട് എന്നാണ്. അപ്പം മരണം രംഗബോധമില്ലാത്ത കോമാളി എന്ന വാക്കിനെ അദ്ദേഹം ഭാഷാന്തരം ചെയ്തത് അൽ മൗതു മജ്നൂനുൻ ലാ യംലികു തമയ്യുസ്. മരണം ഒരു ഭ്രാന്തനാണ്, അതിന് വിവേകങ്ങളില്ല. അതിനെ അറബി അതേ ചൂടിലും ചൂരിലും വായിച്ചെടുക്കാൻ പരിഭാഷ ഒരു കലയാണ്. റൗള ഷരീഫിന്റെ മുറ്റത്ത് പോയിട്ട് മലയാളിയായ ഉമർ ഖാദി തങ്ങൾ എഴുതിയ സല്ലല്ലാഹു ബൈത്തിനെ അതിൻ്റെ ഏട് നോക്കിയിട്ട് തനി അറബി പാരായണം ചെയ്യുമ്പോൾ മലയാളിക്ക് എത്രമാത്രം ചാരിതാർത്ഥ്യത്തിൻ്റെ ഈ വേലിയേറ്റങ്ങൾ ഉണ്ടാകും. ഹൃദയത്തിൽ അതൊരു തിരയടിയായിട്ട് പരിണമിക്കൂലേ? ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. ഉമർ ഖാദി തങ്ങളുടെ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് സജ്ജ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പ്രാസ നിബദ്ധമായിരുന്നു. അതിൻ്റെ കമ്പിയും പ്രാസമൊക്കെ ശ്രദ്ധിച്ച് മലയാളിക്ക് അത് പാടി രമിക്കാനുള്ള ചേതോകരമായൊരു വേദി
ഉമർ ഖാദി തങ്ങൾ തൻ്റെ കാവ്യ പ്രപഞ്ചത്തിലൂടെ ഒരുക്കി കൊടുത്തു എന്നുള്ളത് കൂടി തിരസ്കരിക്കാൻ കഴിയാത്തൊരു നഗ്ന സത്യമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, ഒരുപാട് പ്രതിഭാധനരായിരിക്കുന്ന നമ്മുടെ നേതൃത്വങ്ങൾ ശേഷം വരാനുണ്ട്. അവരെ സമയം ഞാൻ അപഹരിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ കൂടിച്ചേരൽ ഒരു തുടക്കം മാത്രമാകണം. ഇതോടുകൂടെ ഇതിൻ്റെ ശുഭാന്ത്യം അല്ലെങ്കിൽ ഒരു പര്യവസാനം ഇതിന് കുറിക്കാൻ പാടില്ല. ഇതിങ്ങനെ തുടരണം. ഇതിൻ്റെ അലയൊലികൾ പുതിയ പുതിയ തലമുറകളിലേക്ക് പ്രസരണം നടക്കട്ടെ, അവരതിനെ ഏറ്റെടുക്കട്ടെ. ഇതൊക്കെ തന്നെയല്ലേ ഒരു സാംസ്കാരികത എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ മാത്രമല്ല, ഉമർ ഖാദി തങ്ങളുടെ സാഹിത്യ ലോകത്തെ മുസ്ലിങ്ങളല്ലാത്തവർ കൂടി പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അകത്ത് കുടികൊണ്ട പ്രതിഭയുടെ മൂർച്ച അവർക്ക് കൂടി തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഉമർ ഖാദിയെ മറ്റൊരു ഭാഷ കൊണ്ട് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആ മനുഷ്യന്റെ ഉള്ളിൽ, ഞാനിപ്പോൾ അടുത്ത് കൊയിലാണ്ടിയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പുരാതനമായ പള്ളിയുടെ ഭിത്തിയിൽ പഴയ കാലത്തെ കലമ കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ഒരുപാട് വചനങ്ങൾ കണ്ടു. അതൊക്കെ കവിതകളായിരുന്നു. അപ്പൊ ഇവര് പറയാണ്, ഉമർ ഖാദി തങ്ങൾ ഇവിടെ കുറച്ച് ദിവസം മുറാഖബ പോലെ പഠിപ്പിക്കാനും സന്ദർശനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നപ്പോൾ എഴുതിയതാണ്. അപ്പൊ എന്ത് കണ്ടാലും എഴുതുന്നൊരു പ്രകൃതി ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇപ്പം അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, മാണൂര് സ്കൂളില് കോളേജ്, ഡെന്റൽ കോളേജ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൻ്റെ നല്ല ഭിത്തിയിൽ ഒക്കെ നല്ല മൊഞ്ചുള്ള ചുമര് കാണുമ്പോൾ കരിക്കട്ട അടുപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ഭാവനാരൂപങ്ങൾക്ക് നിറം പകരും, ജീവൻ പകരും. കാരണം ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭാവന ഉണരുകയാണല്ലോ. അപ്പം അച്ഛൻ വന്നിട്ട് പൊതിരെ തല്ലി എൻ്റെ ഭാവനകളെ മുഴുവൻ കെടുത്തി ഞാൻ പുറത്തു പോയിട്ട് ഇങ്ങനെ കരയുമ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങള, എൻ്റെ മാമൻ വന്നിട്ട് എന്തിനാ മോനെ കരയണത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ വീടിൻ്റെ പുന്നാമ്പുറത്ത് വെളിമ്പ്രദേശത്തുണ്ടായിരുന്ന ഒരു വിറക് പുര തൽക്കാലം പ്ലാസ്റ്ററിങ് നടത്തി വൈറ്റ് വാഷ് ചെയ്തിട്ട് എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആക്കി തന്നു. അന്ന് ആ ചെറിയ കളിമ്പം പ്രായത്തിൽ എൻ്റെ ഭാവന വിടരുന്ന മനസ്സിനെ കാണാൻ എനിക്കൊരു അമ്മാവനില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു വിറക് പുരയുടെ ഭിത്തി എനിക്ക് ക്യാൻവാസ് ആക്കി തരാൻ എൻ്റെ അമ്മയുടെ ആങ്ങളയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കാണാൻ പറ്റൂലായിരുന്നു, ഒരു വെറും നമ്പൂതിരിയെ കാണാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഓരോ ക്യാൻവാസുകളെ മനുഷ്യൻ കാണാൻ, കേൾക്കാൻ ഒരു ജനത ഉണ്ടാകുക എന്നുള്ളത് ഒരു കവിയുടെ ക്യാൻവാസാണ്. ശ്രോതൃഹൃദയം എന്ന് പറയില്ലേ നമ്മൾ, സുകുമാർ അഴീക്കോട് പറയൽ എന്താ അറിയോ, ശ്രോതൃഹൃദയങ്ങളെ അരയാലിലെ പോലെ അഭിനത സ്പന്ദനം കൊള്ളിക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ അനുവാചകരും നമ്മുടെ ശ്രോതാക്കളും നമ്മുടെ കരതലാമലകമാകണം. എന്താ ഈ കരതലാമലകം എന്ന് പറഞ്ഞാൽ? എൻ്റെ കൈ കുടന്നയിലുള്ള ഒരു കൊച്ചു നെല്ലിക്കയെ പോലെ എൻ്റെ ശ്രോതാക്കളുടെ ഹൃദയത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ചലിപ്പിക്കാൻ എനിക്ക് കഴിയാം. എഴുതുന്ന ആൾക്ക് താൻ ഉദ്ദേശിക്കുന്ന രചനാ വൈഭവത്തിലൂടെ അനുവാചക ഹൃദയങ്ങളെ ഒരു കരതലാമലകം പോലെ കൈയിൻ്റെ ഉള്ളനടിയിലെ ഒരു നെല്ലിക്ക പോലെ ഉദ്ദേശിച്ച ഇടത്തേക്ക് ചലിപ്പിക്കാൻ കഴിയാം. അതാണ് കവിത. അടുത്ത് കടമ്മനിട്ടയുടെ ഒരു കവിത വായിച്ചു, മണ്ണാർക്കാടിനെ പറ്റിയാണ്. മണ്ണാർക്കാട് വലിയ മലനിരകളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ കടമ്മനിട്ട അദ്ദേഹത്തിന്റെ കവിതയിൽ അങ്ങനെയാ പറയുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? കടമ്മനിട്ട പറഞ്ഞത്, മണ്ണാർക്കാടൊക്കെ തന്നെ പറ്റേ വൃത്തിയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മണ്ണുമില്ല, ആറുമില്ല, കാടുമില്ല. ലത്തീഫ് സാഹിബ് നിങ്ങൾക്ക് പറ്റിയത്, ഒരു വലിയൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പൊ മണ്ണാർക്കാടിനെ പറ്റി കടമ്മനിട്ട പറഞ്ഞാണത്. എന്ത്? മണ്ണ്, ആറ്, കാട്. അപ്പൊ പ്രകൃതിയിലെ മണ്ണും ആറ് എന്ന് പറഞ്ഞാൽ പുഴയാണ്, കാട് എന്ന് പറഞ്ഞാൽ വനമാണ്. ഈ മൂന്നും ഇഴുകിച്ചേർന്ന് ഒരു നാടിന്റെ പേര്. അപ്പൊ ആ നാട്ടിൽ സമ്പന്നമായ പ്രകൃതി ഉണ്ടാവും. ആ നാടിനെ പിന്നെ ജനങ്ങൾ കുട്ടിച്ചോറാക്കിയതിനെ പറ്റി കടമ്മനിട്ട 3 വരിയാണ് എഴുതിയത്. മണ്ണാർക്കാട് ആ പറ്റേ വൃത്തിയായി, മണ്ണുമില്ല, ആറുമില്ല, കാടുമില്ല. പക്ഷെ അതൊരു കവിതയാണ്. കാരണം ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടൊരു സാധനമാണല്ലോ. അതുപോലെ തന്നെ കൽപ്പറ്റ നാരായണ മാഷ് അമ്മയെ പറ്റി പറയുന്നുണ്ട്. അമ്മ മരിച്ചപ്പോൾ ഇപ്പൊ ആഷിഖ് ഉമ്മാനെ കൊന്നു ഇന്നലെ സന്ധ്യാനേരത്ത്. അപ്പോഴാണ് ആഷിഖിന്റെ ഉമ്മ ആഷിഖിനെ പെറ്റു തീർന്നത്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്ന കവിതയിൽ കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നുണ്ട്. അവസാനത്തെ വരി എന്താ അറിയോ? അമ്മ മരിച്ചു, അമ്മാന്റെ മൃതദേഹം ശ്മശാനത്തിൽ കൊണ്ടുപോയി ശവമടക്കൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കുട്ടി പറയാണ്, ഒടുവിൽ എൻ്റെ അമ്മ എന്നെ പെറ്റു തീർന്നു. ഈ എഴുതിയ കുട്ടിക്ക് 22-25 വയസ്സുണ്ടാവും. അപ്പൊ 25 കൊല്ലം മുമ്പല്ലേ അമ്മ നമ്മളെ പ്രസവിച്ചത്? അല്ല, പിന്നെന്താണ്? ഒരു മകൻ ഇവിടുന്ന് പൊന്നാനിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ബസ് കയറി പോകുമ്പോ എൻ്റെ കുട്ടി അവിടെ എത്തിയോ, ആ എത്തുന്നത് വരെ അമ്മ നമ്മളെ വീട്ടിൽ ഒരു പേറ്റു നൊമ്പരത്തോടു കൂടെ
ആശങ്കയോടുകൂടി ഇരിക്കുകയാണ്. അതും ഒരു പ്രസവമാണ് എന്നാണ്. അമ്മ എപ്പോഴാണ് പെറ്റ് തീർന്നത്? അമ്മ മരിച്ചത്. ഇതൊരു കവിതയാണ്. ഇങ്ങനെ വാക്കുകൾ അടർത്തിയെടുത്തിട്ട് മലയാളികളെ ത്രസിപ്പിച്ച ഒരുപാട് ആളുകൾ. അതുപോലെയാണ് ഉമർ ഖാദിയുടെ കാവ്യലോകത്തെ നമ്മളൊന്ന് പഠിക്കാൻ പുറപ്പെട്ടാൽ അതിൽ ഭയങ്കര രസമുണ്ടാകും. അതൊരു ലഹരിയായി മാറും. ആ ലഹരിയിലേക്ക് പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുവരൂ. നല്ല കവിതയുടെ ലഹരിയിലേക്ക്, കഞ്ചാവിൻ്റെ ലഹരിയിൽ നിന്ന് അവരെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട്, MDMA ലഹരിയിൽ നിന്ന് അവരെ ഒന്ന് മോചിപ്പിച്ചിട്ട് ഉമർ ഖാദി തങ്ങൾ എഴുതിയ അള്ളാഹുവാകുന്ന ആധ്യാത്മിക അനുഭൂതിയുടെ ലഹരിയിലേക്ക് അവരൊന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ അതൊരു പുതിയ ലഹരിയുടെ മാസ്മരികത കേരളീയ പരിസരത്ത് സൃഷ്ടിക്കും. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ധന്യമായ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എന്നെ ശ്രമിച്ചതിനും പ്രിയപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എല്ലാവിധ കടപ്പാടുകളും അറിയിക്കാൻ അഭിനന്ദനായ എൻ്റെ സഹൃദയനായ ഒരുപാട് നാളത്തെ കൂട്ടുകാരനാണ് പ്രിയപ്പെട്ട ബാദുഷാ സുൽത്താൻ അവർകൾ. അദ്ദേഹം ഒരുപാട് പഴയകാലം മുതലേ ദീനീ മേഖലകളോട്, അദ്ദേഹം ഒരു ഭൗതിക മേഖലയിലും ബിസിനസ് മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തുന്നത് മുഴുവൻ ദീനുമായി ബന്ധപ്പെട്ട രംഗങ്ങളോടാണ്, എല്ലാ കാര്യങ്ങളോടും. അത് യത്തീം മക്കളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണെങ്കിലും, അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണെങ്കിലും, വീടില്ലാത്തവർക്ക് വീടിന് സഹായം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും. അള്ളാഹു ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ദീനി സ്നേഹി കൂടിയായ മനുഷ്യനാണ്. ഈ പുണ്യ സദസ്സിൻ്റെ പുണ്യം പോരിച്ചുകൊണ്ട് അള്ളാഹു അതൊക്കെ അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിൽ നിന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്കൊക്കെ അള്ളാഹു ശക്തി പ്രദാനം ചെയ്യട്ടെ. ഉമർ ഖാദി തങ്ങളെ ആ ഒരു രീതിയിൽ തിരിച്ചറിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അള്ളാഹു നമ്മുടെയൊക്കെ മുൻപിലേക്ക് ഒരുക്കി തരട്ടെ. അള്ളാഹു ഇതിനെ സഹായിച്ചവരെ മുഴുവൻ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നിലകൊള്ളുന്ന ഈ ഊർജ്ജസ്വലമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേദി ഇൻഷാ അള്ളാഹ് നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ കീഴിലേക്ക് അനധിവിദൂരമായ ഭാവിയിൽ സ്വായത്തമാക്കാൻ നമുക്ക് സാധ്യമാകണം. മുന്നിലെ മണ്ണ് പൊന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്ത പരിപാടികൾ നടക്കുന്ന ഈ ഒരു സ്ഥലം പ്രത്യേകിച്ചും, കാരണം ഈ മഖബറയുമായി ചുറ്റിപ്പറ്റി ഒരുപാട് പരിപാടികൾ, അത് ആത്മീയ പരിപാടികൾ ഉണ്ടാകാറുണ്ട്, വിദ്യാഭ്യാസ സെമിനാറുകൾ ഉണ്ടാകാറുണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള പരിപാടികളിൽ എനിക്കും പങ്കെടുക്കാൻ സാധ്യമായിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്ഥലം നമുക്ക് സ്വന്തമാക്കുന്നത് വരെ അതിന്റെ പിന്നിൽ പ്രയത്നിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وسلموا تسليما